ഗൈസ്, അങ്ങനെ പേളിമാണി എന്ന് പറഞ്ഞ വ്യക്തിയുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താ, യഥാർത്ഥ ഫേസ് എന്താണെന്നുള്ളത് നമ്മളെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതിനെപ്പോഴും ന്യായീകരിക്കണ പല പേരും ഉണ്ട്. ഇതിനു മുമ്പ് പേളിമാണിനെ പറ്റിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഞാൻ രാജ്യദ്രോഹിയാണ്, ഞാൻ മത തീവ്രവാദിയാണ്, ഞാൻ പാകിസ്ഥാനിൽ നിന്ന് ആയതാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നത്. പക്കാ വിഷം തുപ്പുന്ന പല ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. അത് നമുക്ക് അവരുടെ കമൻറ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ പേളിമാണിയുടെ മറ്റേ സ്റ്റോറി കണ്ടോയെന്ന് അറിയില്ല, പുള്ളിക്കാരി ഡിലീറ്റ് ആക്കി നമ്മുടെ സിബി മലയിലിനെ പറ്റിയിട്ട്. പുള്ളിക്കാരൻ ആറ എന്താന്നൊക്കെ ഉള്ളത് ചേച്ചി ചിന്തിച്ചാൽ മതി. എനിക്കൊന്ന് ചേച്ചി ജനിക്കുന്നതിൻ്റെ മുമ്പ്, ചേച്ചീൻ്റെ അച്ഛനും അമ്മയും ചേച്ചീനെ പറ്റി ചിന്തിക്കുന്നതിൻ്റെ മുമ്പ് പുള്ളിക്കാരൻ സിബി മലയിൽ സാറ് പുള്ളിക്കാരൻ ഫസ്റ്റ് സിനിമ ചെയ്തിട്ടുണ്ട്. അല്ല, ഈ പുള്ളിക്കാരി കുറേ അഭിനയിക്കാൻ വേണ്ടി നടന്നതല്ലേ, കുറേ അഭിനയിച്ചതല്ലേ, എന്നിട്ടും ഈ സാറിനെ പറ്റിയൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത് വളരെ ദയനീയമാണ്. എന്താ ചെയ്യുക, ഇങ്ങനത്തെ ആട്ടുംതോലിട്ട ചെന്നായകൾ നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താ പറയുക, ഇവരൊക്കെ മീൻസ് നമ്മുടെ മുമ്പിൽ അഭിനയിക്കുമായിരുന്നു. അതായത് സിനിമയിലോ ക്ലച്ച് പിടിച്ചില്ല, അപ്പോൾ ജീവിതത്തിലെങ്കിലും വൻ അഭിനയ. കാരണം ഓസ്കാർ ലെവൽ അഭിനയം സ്ത്രീകൾ പുള്ളിക്കാരെ അഭിനയിച്ചത്. കാരണം നമ്മളെല്ലാവരും ഭയങ്കര എൻ്റർടൈനറാണ്, അതൊക്കെ നമ്മൾ ഓക്കെയാണ്, പുള്ളിക്കാരൊക്കെ സെറ്റാണ്. പക്ഷേ പുള്ളിക്കാരിയുടെ ഉള്ളിലത്തെ റിയൽ ഫേസ് മറച്ചിട്ടാണ് പുള്ളിക്കാരി ഇത്രയും കാലം അഭിനയിച്ചത്. അപ്പോൾ അതിന് അടുത്ത വർഷത്തെ ഓസ്കാറോ അല്ലെങ്കിൽ നാഷണൽ അവാർഡോ പുള്ളിക്കാരിക്ക് കൊടുക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ആട്ടുംതോലിട്ട ചന്നായികളെ നമ്മൾ തിരിച്ചറിയണം. ബൈ.